So in the previous class, we studied about some commands in command buttons. Which all the command buttons we studied? Halt, pause, step, trace, status, reset, execute, and idle. This many we studied, isn't it? What are the uses of each buttons, you know? Take page number 60. All of you take page number 60. Okay. Those who were absent in the last class, in computer class, did you attend the YouTube class? Edwin and all were absent in the last class, sir? In the last class? Edwin, were you not absent in the last class, computer class, sir? Did you attend the class, then YouTube class, then? Nida? Nida, good morning. Nida Fatima, good morning. Yes, you were absent for my class since a long time. കുറേ നാളുകളായി എൻ്റെ ക്ലാസ് കയറിയിട്ട്. ഈ ആബ്സെന്റ് ആവുന്ന ദിവസത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ യൂട്യൂബില്? എന്നിട്ട് എന്തേ വോയിസ് വിടാത്തെ? നിങ്ങള് ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾ വോയിസ് വിട്ടാലേ നമ്മൾ അറിയുള്ളൂ. നിങ്ങളുടെ പേരന്റ് വോയിസ് വിടണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മൺഡേ ഓൺവേഴ്സ് അവർ പീരിയോഡിക് സെക്കൻഡ് പീരിയോഡിക് എക്സാം സ്റ്റാർട്ട്സ്. Did you get the timetable? Did you get the timetable of second periodic exam? Yes. Yes. Have you started studying? Have you started studying? Yes. Nobody is repeating. Why? Yes. Okay. See, you this time you won't have any question answers from computer or any other subject, because the exam is in the Google form. Okay. So you should study the whole thoroughly. What is that? Yes, for every subject we are conducting the exam in Google form. So you need not study any big question answers and all, but you should study the one word answers thoroughly. That means you should read the lessons. നന്നായിട്ട് ലെസൺ വായിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വൺ വേർഡ് ആൻസേഴ്സ് കിട്ടുള്ളൂ. കാരണം ഓരോ ലെസന്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? നിങ്ങൾ അത് മാത്രം പഠിച്ചാല് കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ടാകും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതായിരിക്കും, നമ്മുടെ ലെസൺസ് പോർഷനിൽ ഉള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ മെനക്കെടണ്ട, വൺ വേർഡ് ആൻസേഴ്സ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് clearly, then make sure that the answer is correct. You have to click on only the correct answers. Okay, you have half an hour time, and before submitting you should read once again all the answers, whether you have to check whether you have clicked on the right answers only. And once you submit, you cannot make any changes. ഒരു തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ആൻസേഴ്സും 1, 2, 3 തവണ വായിച്ചു നോക്കി ഇത് തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ സ്കോർ മാർക്ക് വ്യൂ സ്കോർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ ആ മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രസ് കാർഡിലേക്ക് തരുന്നത്. അയ്യോ ഈ ആൻസർ എനിക്ക് അറിയാമായിരുന്നു, അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ഒന്നും കേൾക്കൂല. കേൾക്കുവോ? ഇല്ല. കമ്പ്യൂട്ടർ നിങ്ങൾ എഴുതിയ ആൻസർ ഏതാണോ, ക്ലിക്ക് ചെയ്ത ആൻസർ ആണോ, വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ വെദർ ഇറ്റ് ഈസ് റോങ്, ഇറ്റ് വിൽ ഗീവ് ദ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഉള്ളി. ഓക്കെ. അതുകൊണ്ട് തിരക്കൊന്നും കൂട്ടണ്ട, എല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെ ചെയ്താൽ മതി. തിരക്കൊന്നും കൂട്ടണ്ട. നിങ്ങൾക്ക് ഹാഫ് ആൻ അവർ ടൈം ഉണ്ട് അല്ലേ? ലിങ്ക് തന്ന ഉടനെ തന്നെ ലിങ്ക് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ പേരൊക്കെ എഴുതുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആൻസർ ഉറപ്പാണെന്ന് 2, 3 തവണയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, സമയമുണ്ടല്ലോ. ചില കുട്ടികൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വായിക്കും, പിന്നെ മുന്നേ പിന്നെ ഒന്നും ചിന്തയൊന്നുമില്ല, നോക്കൊന്നുമില്ല, കിട്ടുന്ന ഒരു ആൻസർ അങ്ങ് ക്ലിക്ക് ചെയ്യും. ലാസ്റ്റ് സഡൻലി ഫസ്റ്റ് എന്റെ മാർക്ക് അവിടെ എത്തണം എന്നുള്ള രീതിയിൽ വേഗം കൊണ്ട് സബ്മിറ്റ് കൊടുക്കും. അപ്പൊ എന്താ പറ്റുന്നേ, നമ്മുടെ ആൻസേഴ്സ് ഒക്കെ തെറ്റാണെങ്കിൽ നമ്മുടെ മാർക്കൊക്കെ പോയി. എന്നിട്ട് പിന്നെ വിളിക്കും, മിസ്സേ എന്റെ ആൻസർ തെറ്റിപ്പോയി, എനിക്ക് ആൻസർ റെഡിയാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ മാർക്ക് തരുമോ കമ്പ്യൂട്ടർ? ഇല്ല. അതുകൊണ്ട് ബി കെയർഫുൾ. ഓക്കെ. ശരി.
അപ്പൊ പരീക്ഷയെ കുറിച്ചല്ലേ ഇനി ഇന്ന് പോർഷൻസ് എല്ലാം ടീച്ചേഴ്സ് ഇട്ട് തരും. ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരും ഏതൊക്കെ വിഷയത്തിന് എത്ര ലെസൺ ഉണ്ട്, ഏതൊക്കെ ലെസൺ ആണെന്നുള്ളത്. അപ്പൊ അത്രയും ലെസൺ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമ്മുടെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ലെസൺസ് ഉണ്ടാവുള്ളൂ. അത് എത്ര 1 ആണോ 2 ആണോ 3 ആണോ 5 ഉണ്ടോ, എത്ര വിഷയം ഉണ്ടോ, അല്ല സോറി എത്ര ലെസൺസ് ഉണ്ടെന്ന് ആ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് ഇട്ട് തന്നോളും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ട്യൂസ്ഡേ ഐ തിങ്ക് യു ഹാവ് എക്സാം, കമ്പ്യൂട്ടർ എക്സാം അല്ലേ? അടുത്ത ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു നമുക്ക് കമ്പ്യൂട്ടർ എക്സാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ടൈം ടേബിൾ ക്ലിയർ ആയിട്ട് നോക്കിയില്ല. എന്തായാലും റെഡി, മൺഡേ ഓൺവേഴ്സ് യുവർ എക്സാം സ്റ്റാർട്ട്സ്. ഓക്കെ, സോ ടേക്ക് പേജ് നമ്പർ 60. First command buttons, first one executive buttons. By clicking on the executive button we can run a command which is typed in the input box. നമ്മൾ ഈ ഇൻപുട്ട് ബോക്സിലേക്ക് നമ്മൾ കമാൻഡ് കൊടുക്കും. ഫോർവേഡ് ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ കമാൻഡ് കൊടുക്കാറുണ്ട് ടർട്ടിലിനോട് മൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ ആ കൊടുത്ത കമാൻഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ റൺ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കും. ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ. സെക്കൻഡ് പേജ് നമ്പർ 60. 60. മോന് നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. പേജ് നമ്പർ 60. 60 കേട്ടോ. ക്ലിയർ ആകുന്നില്ല മോൻ പറയുന്നത്. 60. 60. Did you get Jevin? Okay, good. Second button is a step button. Step button is used to button turns a single stepping for a debugging your program. Okay, step button click ചെയ്ത് കഴിഞ്ഞാൽ one step the turtle move. ടർട്ടിൽ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് മുന്നോട്ട് പോകും. ഓക്കെ, യു ക്യാൻ ടേൺ സിംഗിൾ സ്റ്റെപ്പിംഗ് ഓൺ ഓർ ഓഫ് ഈവൻ വെൻ ലോഗോ ഈസ് റണ്ണിങ്. അപ്പൊ നമുക്ക് ലോഗോ പ്രോഗ്രാം ഈസ് റണ്ണിങ്ങിന്റെ സമയത്ത് പോലും നമുക്ക് ഓൺ ഓഫ് ഒക്കെ ആക്കാനുള്ള ഇതുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, കാരണം സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കൂടുതൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക, അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, സെക്കൻഡ് പോസ് ബട്ടൺ. ആക്ച്വലി നിങ്ങൾക്കറിയാം ഈ പോസ് ബട്ടൺ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോസ് ബട്ടൺ ഉപയോഗിക്കാറില്ല, പോസ് ചെയ്യാറില്ല. എന്തിനാണ് പോസ് ബട്ടൺ ഉപയോഗിക്കുന്നത്? ആർക്കറിയാവുന്നേ? ആർക്കും അറിയത്തില്ല? തേർഡ് സ്റ്റാൻഡേർഡിൽ ആർക്കും അറിയില്ല? ഫോർ വാട്ട് പർപ്പസ് ആർ വി യൂസിങ് പോസ് ബട്ടൺ? നിർത്തുക. ആ, വെരി ഗുഡ്. ആരാ പറഞ്ഞാൽ ആരാണ്? പ്ലീസ് ടെൽ ദ നെയിം. ജെവിൻ. ജെവിൻ ജേക്കബ്. വെരി ഗുഡ് ബോയ്. ഓക്കെ, എന്തായാലും നമ്മളൊരു പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ആയി അല്ലേ? ഓക്കെ, ടു സ്റ്റോപ്പ്. The pause button help us to stop the execution of logo program temporarily. So logo program ടെമ്പററിലി ആയിട്ട് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈലിലൊക്കെ നിങ്ങൾ വീഡിയോ കാണാറില്ലേ? ഇല്ല ആവണിക്കുട്ടി? ആവണിക്കുട്ടി കഴിഞ്ഞ ദിവസം എന്റെ ക്ലാസ്സിൽ ആബ്സെന്റ് അല്ലായിരുന്നു മുത്തേ? എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നോ? യൂട്യൂബ് ക്ലാസ് കണ്ടോ? മിസ് കുറച്ച് ക്ലാസ് കാണാനുണ്ടായിനി, അത് കാണുന്നുണ്ടായിനി, കമ്പ്യൂട്ടർ കണ്ടിട്ടാ. എന്തേ കിട്ടിയില്ലേ? ശരി, ഇനി ആബ്സെന്റ് ആവുന്ന ദിവസത്തെ ക്ലാസ്സുകളെല്ലാം കാണണം, ഏത് സബ്ജക്റ്റ് ആണേലും കേട്ടോ. ഓക്കെ, ശരി. അപ്പം പോസ് ബട്ടൺ നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം മമ്മി എന്തിനേലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകും അല്ലേ? ഓക്കെ, സോ ലൈക്ക് ദ സെയിം വേ ഇൻ കമ്പ്യൂട്ടർ ഓൾസോ വെൻ വി ആർ റണ്ണിങ് ഓൺ ലോഗോ പ്രോഗ്രാം, if we are disturbed or if we want to just temporarily block it or not block it actually, if we want to just stop it, we will click on a pause button. You can continue the program by giving the continue command or by clicking on the cancel button. സോ ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ബട്ടണിലോ അല്ലെങ്കിൽ കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് സ്റ്റോപ്പ് ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ, ജെവിൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന മുത്തേ? എന്തോ ഡിസ്റ്റർബ്ഡ് ആണല്ലോ.
Next button is a reset button. The reset button helps us to clear the logo output screen. Okay. Reset ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിലുള്ള സംഭവം എല്ലാം ക്ലിയർ അതായത് കുറെ വരയ്ക്കും നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ പഠിച്ചു ടേർട്ടിലിന്റെ അടിയിൽ ഒരു പെണ്ണുണ്ട്, ആസ് ഇറ്റ് മൂവ്സ് ഇറ്റ് ഡ്രോസ്, അത് നീങ്ങുന്ന അനുസരിച്ച് അത് വരച്ചോണ്ടേ ഇരിക്കും അല്ലെ? അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് സ്റ്റാറ്റസ് ബട്ടൺ. When you click on the status button, the status window appears. It shows the current settings in logo. So when we click on status button click ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? The window ഒരു പുതിയ വിൻഡോ വരും and it shows the current settings in logo. ലോഗോയിൽ നമ്മൾ കൊടുത്ത കമാൻഡ് കറന്റ് സെറ്റിംഗ്സ് എന്താണ്, നിലവിലുള്ള എന്ത് സെറ്റിംഗ് അത് ആ വിൻഡോയിൽ തെളിഞ്ഞു കാണാൻ പറ്റും. നമ്മൾ എന്ത് കമാൻഡ് ആണ് കൊടുത്തത്, ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ്സ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇങ്ങനെ ഏത് കമാൻഡ് ആണോ നമ്മൾ കൊടുത്തത്, we can see that. To close the window, click on the status button again. Appo once if we click on the status button, dialog box will happen. Adayithu open aguna nammal ipo kodutona status at present nilavil nammal endu command aano kodutha adu avade telinju kanam. Ini nammal adinu shesham namukku aa window close cheyanengil once again we have to click on that status. Oru thavana kuda status button il click cheyidal aa window poikkolum. Next, halt button. What is the meaning of halt? Halt എന്ന് പറഞ്ഞ അർത്ഥം എന്താ? Halt എന്ന് പറഞ്ഞാൽ what is the meaning of halt? HLT halt എന്ന് പറഞ്ഞാൽ ആർക്കറിയാവുന്നേ? മീനിങ് അറിയാവോ ആർക്കെങ്കിലും? കംപ്ലീറ്റ് സ്റ്റോപ്പ്. halt എന്ന് പറഞ്ഞാൽ നിർത്തിയിടുക, സ്റ്റോപ്പ്. പോസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതായത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ബാക്കി ഫോർവേഡ് ചെയ്യാൻ പറ്റും, ബാക്കി മുന്നോട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് ഹാൾട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഹാൾട്ട് ബട്ടൺ ഹാൾട്സ് ലോഗോ ഫ്രം പ്രോസസ്സിംഗ് ഫർദർ. അതായത് കംപ്ലീറ്റ്ലി ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. മനസ്സിലായോ? നെക്സ്റ്റ് ട്രേസ് ബട്ടൺ. ദ ട്രേസ് ബട്ടൺ ടേൺസ് ഓൺ ട്രേസിംഗ് ഫോർ debugging or removing errors from the program. You can do it even while logo is running. ഓക്കെ, ലാസ്റ്റ് ആണ് നമുക്ക് ടെറസ് ബട്ടൺ ഉള്ളത്. ഈ ട്രേസ് ബട്ടൺ ടേൺസ് ഓൺ ട്രേസിംഗ് ഫോർ ഡീബഗിംഗ് ഓർ റിമൂവിംഗ് എറേഴ്സ് ഫ്രം ദ പ്രോഗ്രാം. പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രേസ് ബട്ടൺ. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് ഈവൻ വൈൽ ദ ലോഗോ ഈസ് റണ്ണിങ്. ലോഗോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണം അതിലുള്ള എറേഴ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. അജിസൽ, ആരോടെ മോനെ കുഞ്ഞെ വർത്താനം പറയുന്നേ? തന്നെ ഇരുന്ന് വർത്താനം പറയുന്നാണോ? ഓർ ഈസ് ദെയർ എനിബഡി നിയർ യു? അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തന്നെത്താനെ ഇരുന്ന് വർത്താനം പറയല്ലേ? അതെന്തുവാട് ചക്കരെ? ശരി, ജോയൽ, വേർ ആർ യു ലുക്കിംഗ് മൈ ഡിയർ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ജോയലേ. ജോയില് പറഞ്ഞ കേട്ടില്ല മിസ്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. കാണ്ട് അൺമ്യൂട്ട് ആവുന്നില്ലേ? ആരോടെ? ജോസിയോടാണ് വർത്താനം പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നോണ്ട്. അവളെ അവിടുന്ന് ഓടിച്ചു വിട്. അവളോട് എണീറ്റ് പോകാൻ പറ. അവള് വന്ന് വർത്താനം പറഞ്ഞ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുന്നല്ലേ? Okay. Shan also. Shan, where are you looking and sitting, my dear? Okay. Okay. Let me take the attendance first. Juliet, Hasna Shorin, Aaron, Selna Elizabeth, Edwin Thomas, Jevin Jacob, Ajsal, Avani Mahesh, Angel Rose, Siddhant Krishna, Shan, Alan Matthew, Nida Fatima, Favors Mon, Joel Joseph. Anybody else? Anybody else? Illa. Okay. Okay, next commanding the turtle. Page number 61. You see? Take page number 61. Commanding turtle.
The turtle has a dictionary of words or commands called primitives. Let us learn about some this. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. What is dictionary is used for? What is a dictionary used for? Do you have dictionary at home? വീട്ടിൽ dictionary ഉണ്ടോ? How many of you are having dictionary at home? Jevin is having, and Jevin, Edwin, and all are having. Okay, many are having. Juliet is having. Avani. Okay. For what are we using a dictionary? Jevin, for what are you using a dictionary? അറിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കാം. ഓ, അറിയാത്ത കാര്യങ്ങളെല്ലാം നോക്കിയാല് ഡിക്ഷണറി കിട്ടുവോ? അല്ല, അതിന്റെ അർത്ഥങ്ങള് മീനിങ്സ് കണ്ടുപിടിക്കാൻ അല്ലേ? ഡിക്ഷണറി എന്ന് പറയുന്ന മീനിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്, അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, there are English dictionary, Malayalam dictionary, Hindi dictionaries and all are there. And we know that we don't know the meaning of the whole English words or whole Hindi words and all. അല്ലെങ്കിൽ മലയാളം പോലും നമുക്ക് എല്ലാ മലയാളത്തിന്റെ വാക്കുകളുടെ അർത്ഥം ഒന്നും അറിയത്തില്ല അല്ലെ? സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ച് കുറെ മീനിങ്സ് ഒക്കെ അറിയാം എന്ന് കരുതി. ക്ലാസ് കട്ടായിക്കൊണ്ട് അത് ഡിക്ഷണറി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചത്. എന്തിനാ റിലുവിന്റെ വീട്ടിൽ ഡിക്ഷണറി ഉണ്ടോ മോളെ? നോ, ഡിക്ഷണറി ഇല്ല. ഡിക്ഷണറി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ മോക്ക്? വെരി ഗുഡ്, മീനിങ് പഠിക്കാൻ. ഓക്കെ, ശരി, മ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ശരി, നമ്മള് ഡിക്ഷണറി പഠിക്കുന്നത് എന്ന് വെച്ചാല് ഡിക്ഷണറിയിലെ കുറെ മീനിങ് ഉണ്ട്. നമുക്കിപ്പോ എല്ലാ വാക്കുകളുടെ ഒന്നും അർത്ഥം അറിയത്തില്ല അല്ലെ? അപ്പോൾ ഇതേപോലെ തന്നെ ഈ ലോഗോയ്ക്ക് ഒരു ഡിക്ഷണറി ഉണ്ട്. ലോഗോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വാക്കുകളൊന്നും എപ്പോഴും മനസ്സിലാവണമെന്നില്ല. ലോഗോയുടെ ഡിക്ഷണറി നോക്കി വേഗം എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ദ ടർട്ടിൽ ഹാസ് എ ഡിക്ഷണറി ഓഫ് വേർഡ്സ് ഓർ കമാൻഡ്സ് കോൾഡ് പ്രൈമേറ്റീവ്സ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഞാനിപ്പോ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു, ഒരു എന്തെങ്കിലും പഠിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യു വിൽ ആസ്ക് മിസ് ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു പ്ലീസ് വൺസ് അഗൈൻ എക്സ്പ്ലെയിൻ ചോദിക്കും അല്ലെ? എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ റീലു പറഞ്ഞ പോലെ മിസ്സെ ക്ലാസ് കട്ടായി പോയി, അതുകൊണ്ട് മിസ് പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിച്ചു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റും. പക്ഷെ കമ്പ്യൂട്ടർ അങ്ങനെ ചോദിക്കുവോ? ഇല്ല, കമ്പ്യൂട്ടർ ചോദിക്കില്ല. മിണ്ടപ്രണിയ അല്ലെ? വളരെ ഡീസന്റ് ആണ്, ഒന്നും ചോദിക്കൂല. അപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാത്ത പോലെ അങ്ങ് പോകുകയുള്ളൂ. മനസ്സിലായാൽ ക്ലിയർ ആയിട്ട് ചെയ്യുകയും ചെയ്യും. കാരണം കമ്പ്യൂട്ടർ ഹാസ് നോ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ ബ്രെയിൻ ഇല്ല. കഴിയോ പെട്ടെന്ന്? ഓക്കെ, 2 മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ.